ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്ന് താരതമ്യേന നമുക്ക് കുറച്ച് കുട്ടികളെ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടാവാറേ ഇല്ല. ഫ്രൈഡേ ഷാർജയിലായതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് ഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊരു ജോബ് റിലേറ്റഡ് വാക്കൻസീസ് വീഡിയോ ചെയ്തപ്പോൾ ഔട്ട്ഡോർ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഹോം ടൂർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് ആക്ച്വലി എൻ്റെ വീടല്ല, നമ്മുടെ സ്കൂളിൻ്റെ ഔട്ട്ഡോർ ഏരിയ ആണ്. അതിൽ കുട്ടികൾ തന്നെ ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരു ഗാർഡൻ പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ഒരു ടീച്ചറുടെ സൂപ്പർവിഷനിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൊജക്റ്റ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ അതായത് കൊണ്ട് അവിടെ കുറച്ച് ഈച്ചകളും അതുപോലെ തന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഔട്ട്ഡോർ ഏരിയ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം. കാര്യം ഒരു 3-4 പേരോളം ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയ എങ്ങനെയാണ്, ഷാർജയിലെ വീടുകൾ ഇങ്ങനെയാണോ. എനിക്ക് തോന്നുന്നു വില്ലകളൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. സോ എൻ്റെ വീട് അത്രയും ഭംഗിയിലൊന്നല്ല ഉള്ളത്. അതായത് ആ ഒരു ഔട്ട്ഡോർ ഏരിയ കാണുന്ന അത്രയും ഗാർഡനൊന്നും വെച്ചിട്ടല്ല ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ്. വില്ലകളിലൊക്കെ നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെ വെച്ചിട്ടുള്ള വില്ലകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ടൈം ക്യാഷ് ലെവൽ 3നെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് UAE നഴ്സറി ടീച്ചർ ആവാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ വന്നിട്ടുള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നു ക്യാഷ് ലെവൽ 2നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി അസിസ്റ്റൻറ്റ് ടീച്ചറുടെ കാര്യങ്ങളൊക്കെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് ഞാനൊരു ടോപ്പിക്കായിട്ട് എടുത്തില്ല. പക്ഷെ അതിന് ശേഷവും ലെവൽ 2നെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും UAE നഴ്സറി അസിസ്റ്റൻറ്റ് ടീച്ചർ ആവാനുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ സ്കൂൾ അസിസ്റ്റൻറ്റ് ടീച്ചർ ആവാനുള്ളതിനെക്കുറിച്ചും ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും യൂട്യൂബ് കൊമൻസിലാണ് വരാറുള്ളത്. എന്നാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇൻബോക്സിൽ ഇതുപോലെ ചോദ്യങ്ങൾ ഒരുപാട് വന്നു. അവർക്ക് ഞാൻ റിപ്ലൈ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. സോ അതിനുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, ക്യാഷ് ലെവൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പോലത്തെ ഒരു വലിയ ഒരുപാട് ക്രെഡിറ്റ്സ് ഒക്കെ ഉള്ള ഒരു കോഴ്സൊന്നുമല്ല. പകരം അതൊരു ചെറിയ ഡിപ്ലോമ കോഴ്സാണ്. ക്യാഷ് ലെവൽ 3 വെച്ച് നോക്കുമ്പോൾ ക്യാഷ് ലെവൽ 2 വളരെ ഈസി ആയിട്ടുള്ള കോഴ്സാണ്. നമുക്കൊരു 14 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാവുന്നതാണ്. ഒരു 3 മാസത്തെ കോഴ്സാണിത്. അതിലാകെ 5 യൂണിറ്റ് മാത്രമേ ചൈൽഡ് കെയറിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. അത് തീർത്തും ഒരു ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ ഒരു 3,500 മുതൽ 4,000 ദിർഹംസ് വരെയാണ് അതിൻ്റെ ഒരു ഫീസ് വരുന്നത്. അതായത് ഇന്ത്യൻ മണി ഒരു 60,000 രൂപ മുതൽ 82,000 83,000 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ നാട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എൻറോൾ ചെയ്യുകയും ഓൺലൈനായിട്ട് എൻ്റെ പഠിക്കുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ഒന്നും, അതായത് പ്രാക്ടിക്കൽ അവേഴ്സ് ഒന്നും കവർ ചെയ്യാനില്ല. ക്യാഷ് ലെവൽ 3ലെ പോലെ പ്രാക്ടിക്കൽ അവേഴ്സും കാര്യങ്ങളൊന്നും കവർ ചെയ്യാനായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ 3 മാസം കൊണ്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നുള്ളൂ. കോഴ്സിൻ്റെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അതായത് നമുക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ 5 യൂണിറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു UK ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ എക്സാം ബേസിലല്ല നമ്മളുടെ അസസ്മെൻറ്റ്സും ഇവാലുവേഷൻസ് ഒക്കെ നടക്കുക. പകരം അസൈൻമെൻറ്റ് ബേസ്ഡിലാണ്. അതായത് നമുക്ക് ഒരു ലെസൺ ഉണ്ടാവും, ഒരു യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കോഴ്സിന് എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് LMSലേക്കുള്ള ആക്സസ് കിട്ടും. ആ LMS യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഇത് ഇങ്ങനെ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്ലാജറിസം ഇല്ലാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് റെഫറൻസസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡിഗ്രിക്ക് എങ്ങനെയാണോ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത് അതേപോലത്തെ ഒരു രീതിയിൽ, പക്ഷെ അത്രയും കോംപ്ലക്സ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ആകെ നമുക്ക് വേണ്ടത് ഒരു ലാപ്ടോപ്പ് ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്യാവശ്യം മോശമല്ലാത്ത നോളേജ് ഉണ്ടാവുക എന്നുള്ളതും മാത്രമാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ ആകെ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫീസും. അപ്പോൾ ക്യാഷ് ലെവൽ 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അസിസ്റ്റൻറ്റ് ടീച്ചർ ആവാൻ പറ്റും എന്ന് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എമിറേറ്റ്സ്, ദുബായിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷാർജയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 എമിറേറ്റ്സിലത്തെ കഥകൾ ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ദുബായിലാണെങ്കിൽ നിങ്ങൾക്കൊരു നഴ്സറി അസിസ്റ്റൻ്റ് ആവാനായിട്ട് ഹൈസ്കൂൾ മാത്രം മതി.
കാരണം ഹൈസ്കൂളിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് ലെവൽ 2 മാത്രം മതി. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേറൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹൈസ്കൂളിൻ്റെ കൂടെ ഒരു മോണ്ടിസോറി കോഴ്സോ അല്ലെങ്കിൽ ഒരു EYFS റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ ആളുകൾ നിങ്ങളെ ഹയർ ചെയ്യാനായിട്ട് ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. ഷാർജയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ലെവൽ 2 ഉണ്ടാവുക എന്നുള്ളത് വളരെ മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഷാർജയിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് അപ്രൂവൽ കിട്ടാനാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ ചോദിക്കുക ഇവിടെ ക്യാഷ് ലെവൽ 2 എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര പേര് ഇവിടെ ക്വാളിഫൈഡ് ആണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന SPIA ഇൻസ്പെക്ഷനിൽ നമ്മൾ ആദ്യം തന്നെ കേട്ട ചോദ്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷാർജയിൽ നമ്മൾ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ലെവൽ 2 ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ദുബായിലാണെങ്കിൽ ക്യാഷ് ലെവൽ 2 ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഹൈസ്കൂളോ അതിൻ്റെ കൂടെ ഒരു ചെറിയ മോണ്ടിസോറി റിലേറ്റഡ് എന്തെങ്കിലും ഒരു കോഴ്സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ് അബുദാബിയിൽ ഈ ഒരു കോഴ്സ് ആക്സെപ്റ്റഡ് ആണോ എന്നുള്ളത്. അതായത് ക്യാഷ് കോഴ്സസ് UAE ഒട്ടാകെ ഈ ഒരു കോഴ്സ് ആക്സെപ്റ്റഡ് ആണ്. ലൈക്ക് ക്യാഷ് ലെവൽ കോഴ്സസ് ആക്സെപ്റ്റഡ് ആണ്. കാരണം അതൊരു UK ബേസ്ഡ് കോഴ്സാണ്. പിന്നെ അത് തന്നെയല്ല, അത് ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് UAE എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ക്യാഷ് ലെവൽ കോഴ്സസ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നഴ്സറീസിലാണ് കൂടുതലും ആക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. സ്കൂൾസിൽ നിങ്ങളൊരു ഇപ്പോൾ ലെവൽ 3 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളൊരു ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില സ്കൂൾസ് അത് ആക്സെപ്റ്റ് ചെയ്യും ക്യാഷ് കോഴ്സസ്, ചില സ്കൂൾസ് ക്യാഷ് കോഴ്സസ് ആക്സെപ്റ്റ് ചെയ്യില്ല. സ്കൂൾസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് B.Ed മാൻഡറ്ററി ആണ്. അതായത് സ്കൂളിൽ നിങ്ങൾക്കൊരു അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും ഡിഗ്രിയുടെ കൂടെ ചില സ്കൂൾസൊക്കെ B.Ed ചോദിക്കുന്നുണ്ട്, ചില സ്കൂൾ ഡിഗ്രി മാത്രമാണ് ചോദിക്കുന്നുള്ളത്. പക്ഷേ ക്യാഷ് കോഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടാകാം, പക്ഷേ അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു വേ അല്ല. സോ ഓവറോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ദുബായിലാണെങ്കിൽ ഇറ്റ്സ് ഈസി, പക്ഷേ ഷാർജയിലേക്ക് വരാണെങ്കിൽ ക്യാഷ് ലെവൽ 2 മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ചില നഴ്സറീസ് ഉണ്ട്, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നവരെ അങ്ങോട്ട് ഹയർ ചെയ്യുന്നവരുണ്ട് ഷാർജയിൽ. പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ് പ്രകാരം, ഞാനിതൊരു പ്രൊസീജിയർ പ്രകാരമാണ് പറഞ്ഞു തരുന്നത്, ഷാർജയിൽ വർക്ക് ചെയ്യാനായിട്ട് ക്യാഷ് ലെവൽ 2 അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിന്, അതായത് നഴ്സറി അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ ചില ടീച്ചേഴ്സ് ഉണ്ട് അവർ ഓൾറെഡി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, ചില അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ്. പക്ഷേ അവർക്ക് അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉള്ളവരുണ്ടാവും. അതായത് നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തന്നെ UAE എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ക്യാഷ് ലെവൽ 2നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ക്യാഷ് ലെവൽ 2നെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. അത് ഒരു വലിയ ടോപ്പിക്, ഒരു വലിയ കോൺസെപ്റ്റൊന്നുമല്ല. നിങ്ങൾക്ക് 10th കഴിഞ്ഞാലും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് ഐ എം റെഡി ടു പെർസ്യൂ ക്യാഷ് ലെവൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഒരു നഴ്സറി അസിസ്റ്റൻറ്റ് പൊസിഷനിലേക്ക്, സ്കൂളിലേക്കുള്ള അസിസ്റ്റൻറ്റ് പൊസിഷനിലേക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരിയും കൂടിയും കോംപ്ലക്സ് ആണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.